എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കിടയിൽ വന്ന ആ ഒരു തേർഡ് പാർട്ടി ബന്ധം മൂലമാണ്. അത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുടുംബമാവാം, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഇടപെടൽ കാരണമാവാം. നിങ്ങൾ തമ്മിൽ രണ്ടാകാൻ കാരണം നിങ്ങളുടെ ബന്ധം, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വൈഫും നിങ്ങളും നിങ്ങളുടെ ലവറും നിങ്ങളും നിങ്ങളുടെ പാർട്ണറും തമ്മിലുള്ള ബന്ധം എൻ്റെ ആവാൻ കാരണം ഒരു പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാവാം. അപ്പോൾ എന്തായിരുന്നു അവർ അതായത് അവരുടെ യഥാർത്ഥ ഉദ്ദേശം, ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിച്ചിട്ട് അവർക്ക് എന്താണ് നേട്ടം, അല്ലെങ്കിൽ അവരെന്തിനാണ് അതൊക്കെ ചെയ്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിങ് ിലൂടെ മാത്രമാണ് നിങ്ങളുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിങ് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇടുന്ന വീഡിയോയിൽ ചില വ്യക്തികൾ വന്ന് പറയുന്നുണ്ട് ഇതെൻ്റെ റീഡിംഗ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരുപാട് വ്യക്തികൾ കാണുന്ന ഒരു റീഡിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതിനാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ കൂടെ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവൽ, അതുപോലെ നമ്മുടെ എല്ലാ കാര്യത്തിനും ജീവിതത്തിൽ മനസ്സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നൽകുന്ന തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ നമ്മൾ പൂജിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പം അതാവശ്യമുള്ളവരും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും കാണുന്നതാണോ അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാണ് നോക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുടുംബമാവാം, അതുപോലെ തന്നെ ഒരു വ്യക്തിയുമാവാം. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പലരും വന്ന് പറയാറുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരാൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് അല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ഇത് ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. എന്തായിരുന്നു അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്തെടുക്കാം. എന്തിനാണ് അവർ നിങ്ങളോട് ഇങ്ങനെ ചെയ്തത്, എന്തായിരുന്നു അവരുടെ യഥാർത്ഥ, അപ്പോൾ എന്തിനാണ് അവരിങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കാർഡ് ഷഫിൾ ചെയ്തെടുക്കുവാണ്. സ്പ്രെഡ് ഇതാണ്, തീർച്ചയായിട്ടും ഒരു 6 കാർഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് സ്പ്രെഡായിട്ട് വന്നത് കേട്ടോ. കാർഡുകൾ ഇതൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെയാണ് സ്പ്രെഡായിട്ട് വന്നത്. തീർച്ചയായും സ്പ്രെഡുകളായി വന്നത് ഇതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ കടുത്ത അസൂയ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു, കടുത്ത അസൂയ. ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത്, പ്രധാനമായിട്ട് ഒരു സ്ത്രീയുടെ എനർജി, കുറച്ച് പേരുടെ കാര്യത്തിൽ ഒരു പുരുഷനും. അതായത് നിങ്ങളുടെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, നിങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു. വിവാഹശേഷമാണ് നിങ്ങൾ തമ്മിൽ പ്രണയിച്ചത്. ഇത് നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ച 2 പേരാവാം, അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ലീവിങ് ടുഗദർ വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധമാണ്, വളരെ ആത്മബന്ധം നിങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അതിനിവർ കണ്ണുകടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര അസൂയ നിങ്ങളുടെ അടുത്ത്. ഇത് നിങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നൊരു വ്യക്തി. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. കുടുംബമാണെങ്കിൽ കുടുംബം വരുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടിയായിട്ട്. അതായത് കുടുംബത്തിലുള്ള ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ പോകുന്നതിൽ നല്ല കടുത്ത അസൂയുണ്ട്. കാര്യം നിങ്ങൾ വളരെ ഹാപ്പി ലൈഫായിരുന്നു നിങ്ങളുടെ വിവാഹത്തിന് ശേഷം. നിങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു വിവാഹത്തിന് ശേഷം എന്ന് പറയുന്നത് കുറേ പേരുടെ കാര്യത്തിൽ അങ്ങനെയാണ്, കുറേ പേര് പ്രണയിക്കുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറിനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. എല്ലാം കൊണ്ടും തികഞ്ഞൊരു ബന്ധം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് അസൂയപ്പെട്ടിരുന്നു, ഒരുപാട്.
ഇവരെങ്ങനെയാണ് ഇത്രയും ആത്മബന്ധം, അങ്ങനെ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ പറയും. ഒരു ഈവിളായി നിങ്ങളുടെ ബന്ധത്തിൽ ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കിട്ടി, ഭയങ്കര അസൂയ. അതുപോലൊരു പാർട്ട്ണറായിരുന്നു നിങ്ങളുടേത്. നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം. അതിൽ കണ്ണുകടി ഉത്ത ഒരു വ്യക്തി ഇത് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പിരിക്കാനായിട്ട് നിങ്ങളെക്കുറിച്ച് പല കള്ളത്തരങ്ങളും പറഞ്ഞായിട്ട് കാണുന്നുണ്ട്. പല കള്ളത്തരങ്ങൾ. ഒരു ചില്ലറക്കാരിയല്ല അവർ, അല്ലെങ്കിൽ ആ കുടുംബമാണെങ്കിൽ നിങ്ങളെ രണ്ടാക്കാൻ മാക്സിമം പറ്റിയതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു ശ്രമം വിജയിച്ചതായിട്ടും കാണുന്നുണ്ട്. ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ. ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങളുടെ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഭയങ്കര ആഴമേറിയ ഒരു ബന്ധമായിരുന്നു. ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു നിങ്ങൾ. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും. ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു മെയിൽ ക്യാരക്ടർ ആകാം, അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടർ ആകാം. അതായത് നിങ്ങൾ രണ്ടുപേരുടെ സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അറിയുന്ന ആളുകളാവാം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു ലേഡി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വ്യക്തിയുടെ കുടുംബമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തിയുടെ കുടുംബം നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തും പല കള്ളത്തരങ്ങളും ഇല്ലാത്തതും പൊല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനവും സന്തോഷകരവുമായിട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ ഇതിന് വില്ലനായിട്ട്, അല്ലെങ്കിൽ ഒരു വില്ലത്തരം കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെപ്പറ്റി പല കാര്യങ്ങളും, നിങ്ങളൊരു മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുമായിട്ട് ഇല്ലാത്തതും പോലാത്ത നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്തിനോടുള്ള ആർത്തി. നിങ്ങളുടെ പങ്കാളി ഭയങ്കര അത്യാവശ്യ സാമ്പത്തികമുള്ള ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അടിത്തറയുള്ളൊരു വ്യക്തി എനിക്കിവിടെ കാണുന്നുണ്ട്. അവരുടെ സ്നേഹം ആരും കൊതിച്ചു പോകും. അതിൽ ഈ ഒരു വ്യക്തിക്ക് അസൂയ. ഇവരുടെ ജീവിതം വളരെ ഒരു പരാജയമായിരുന്നു ഈ ഒരു വ്യക്തിക്ക്. ഇത് മെയിലാകാം ഫീമെയിലാകാം ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരു ചാരിയറ്റ് ഉണ്ട്. ഇതൊരു ദൃഢനിശ്ചയമാണ്. അതായത് നിങ്ങളുടെ ജീവിതം തകർക്കുക എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്. ചാരിയറ്റ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യം ഈ ഒരു വ്യക്തി, ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാവാം, ഒരു കുടുംബമാവാം, നിങ്ങളുടെ ജീവിതം രണ്ടാക്കണം എന്നുള്ളൊരു വ്യക്തമായൊരു പ്ലാനോട് കൂടി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ എന്തിനു ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള അവർക്ക് ജീവിതം, അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കണം. ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി കാണാനൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹസമ്പന്നനാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. നല്ല സമ്പന്നനാണ്. അതുപോലെ കാണാൻ സുമുഖനാണ്. എല്ലാം കൊണ്ടും തികഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ ഒരു വ്യക്തിയോട് ഈ ഒരു വ്യക്തിക്കൊരു അട്രാക്ഷൻ തോന്നി. അപ്പോൾ അവിടെ തടസ്സമായിട്ട് നിൽക്കുന്ന ആരാ? നിങ്ങൾ. അപ്പം നിങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? മാനിപ്പുലേറ്റ് ചെയ്തു. ഈ ഒരു വ്യക്തിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു, മാനിപ്പുലേറ്റ് ചെയ്തു. അല്ലെ, സൗഹൃദം സ്ഥാപിക്കേണ്ട കാര്യമില്ല. മിക്കവർക്കും നിങ്ങൾ 3 പേരും തമ്മിൽ അറിയാവുന്ന വ്യക്തികളാണ്, ഫ്രണ്ട്സ് ആണെന്നാണ് കാണുന്നത്. ഈ ചതിച്ച വ്യക്തി, നിങ്ങളെ ചതിച്ച വ്യക്തി നിങ്ങൾക്ക് 2 പേർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണർക്കും നിങ്ങൾക്കും അറിയാവുന്ന വ്യക്തി ആണ് നിങ്ങളെ ചതിച്ചത്. അല്ലാതെ വളരെ കുറച്ച് പേരുടെ കാര്യമാണ്, ഒരു 10% താഴെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറിയാൻ പാടില്ലാത്ത വ്യക്തികളാണ് ഇവരൊക്കെ, തമ്മിൽ അറിയാത്ത വ്യക്തികളാവാനും സാധ്യതയുണ്ട്. 10% മാത്രമാണത്. കൂടുതലും നിങ്ങൾ തമ്മിൽ അറിയാവുന്ന ആൾക്കാരാണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയാം. കുടുംബം ആണ് തീർച്ചയായിട്ടും. ചില ആൾക്കാരുടെ കാര്യത്തിൽ കുടുംബം തന്നെയാണ് ഇതിന് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. കുടുംബം തന്നെ ഒരു കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വഞ്ചിച്ചു, നിങ്ങളുടെ കൂടെ നിന്ന് വഞ്ചിച്ച നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും കാണുന്നുണ്ട് ഇവിടെ. നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യവും അറിയാവുന്ന ഒരു ഫ്രണ്ട് നിങ്ങളെ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ, ഒരു അനുജൻ അല്ലെങ്കിൽ ഒരു അനുജത്തിയെ പോലെ നിങ്ങൾ കണ്ട് സ്നേഹിച്ച് അത്രയധികം നിങ്ങളെ കൂടെ നിർത്തിയ ഒരു വ്യക്തി നിങ്ങളെ പാർട്ട്ണറെയും തട്ടിയെടുത്തായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. അതിനുവേണ്ടി അവർ ഭയങ്കര പയറ്റി.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ളൊരു ഉപദേശമാണ്. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഒരു വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രണയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് മറ്റൊരാളെ വിടുന്നതിന് ഒരു ലിമിറ്റേഷൻസ് വേണം. ഇവിടെ നിങ്ങളിവിടെ അന്ധമായിട്ട് അവരെ വിശ്വസിച്ചു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ടാകും, ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്, ഒരുപാട് കടപ്പാടുള്ള വ്യക്തികളുണ്ടാകും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ചൊരു നിയന്ത്രണം വെക്കുക എല്ലാത്തിനും. അതാണ് ഏറ്റവും നല്ലത്. സാഹചര്യങ്ങളിൽ നിന്നല്ല, കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വേണം. പ്രത്യേകിച്ച് നിങ്ങൾക്കിടയിലേക്ക് മറ്റൊരു വ്യക്തിയെ കടത്തിവിടാതിരിക്കുക. നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ തന്നെ ആക്കുക. ഒരു മൂന്നാമതൊരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് നിങ്ങളും കൂടെ ഇതിന് അവസരം കൊടുത്തായിട്ട് കാണുന്നുണ്ട്, ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. കാര്യം നിങ്ങളുടെ ഭാഗത്തും ഇവിടെ തെറ്റ് വരുന്നിട്ടുണ്ട്. നിങ്ങളിവരെ അന്ധമായിട്ട് വിശ്വസിച്ചു ഈ ഒരു തേർഡ് പാർട്ടിയെ. പക്ഷെ അവർ നിങ്ങൾക്ക് ചെയ്തു വെച്ചത് മൊത്തം ആഭിചാര ദോഷവും. നിങ്ങൾക്കിപ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ജീവിതത്തിൽ. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? അവരുടെ ലൗകിക സുഖത്തിനും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി. നിങ്ങളുടെ പങ്കാളി അതിസമ്പന്നനാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തിനായാലും ജീവിത നിലവാരവും മികച്ച രീതിയിലുള്ള ജീവിത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും തെറ്റായി പറഞ്ഞു. ഒരു മാനിപ്പുലേറ്റീവ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹവും നിങ്ങൾ കൂട്ടുകാരെ പോലെയൊക്കെ ആകുമ്പോൾ ഇവർക്കൊരു ജലസാണ്. തീർച്ചയായിട്ടും ഇവർ ഭയങ്കര അസൂയുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി. അത് കുടുംബമാണെങ്കിലും അങ്ങനെ തന്നെ. കുടുംബത്തിലുള്ളവർക്ക് ഭയങ്കര അസൂയ. കാര്യം കുടുംബത്തിലുള്ളവർ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികതാണ് പ്രധാനം. പിന്നെ അവർക്ക് വ്യക്തമായ ദുരുദ്ദേശം. നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാതെ വന്നു. കുടുംബത്തിലുള്ള ഇപ്പം അമ്മയ്ക്കൊക്കെ ആണെങ്കിലും, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബത്തിലേക്ക്, അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം അവർ നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വന്ന് അതിനെ എതിർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനൊരു തടയിടാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾ, ഒരു കുടുംബം അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ത് ചെയ്തു, ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടത്തിയത്. കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ തെറ്റായ ബന്ധമുണ്ട്, അവിഹിത ബന്ധങ്ങളുണ്ട്, നിങ്ങൾ വളരെ മോശക്കാരിയാണ് അല്ലെങ്കിൽ മോശക്കാരനാണ്, നിങ്ങൾ ചീത്തയാണ്, അതാണ് ഇതാണ്. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? പണത്തിന് വേണ്ടി. എല്ലാത്തിനും അതീതമായ ഒന്നാണ് പണമെന്നാണ് ചില വ്യക്തികൾ കരുതുന്നത്. അല്ലെങ്കിൽ സ്നേഹം പങ്കുവെക്കുന്നതിനെ പറ്റിയുള്ളൊരു ഇതായിട്ട്. കാര്യം മകൻ്റെ സ്നേഹം അല്ലെങ്കിൽ മകളുടെ സ്നേഹം പങ്കുവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അസൂയ, പൊസസീവ്നെസ്, ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാര്യഭർത്തൃ ജീവിതത്തിലാണെങ്കിൽ, ബന്ധത്തിലാണെങ്കിലും അതുപോലെ ലവേഴ്സ് ആണെങ്കിൽ തന്നെ അവിടെ ഒരു നിയന്ത്രണം വെക്കുക. നമുക്ക് സുഹൃത്തുക്കളൊക്കെ ആവാം, പക്ഷേ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു സുതാര്യത അനിവാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടെ വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഫ്രണ്ടായിട്ടായിരിക്കും നിങ്ങളുടെ വ്യക്തി ഇവരെ കണ്ടത്. പിന്നെ നിങ്ങളുടെ വ്യക്തി ഇവരുടെ ഒരു മോഹവലയത്തിൽ അകപ്പെട്ട് അവർ ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് അകറ്റി തട്ടിയെടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴവർ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടൊപ്പം ആയിരിക്കും താമസിക്കുന്നത്. അതിന് കാരണക്കാരി നിങ്ങൾ, അല്ലെങ്കിൽ കാരണക്കാരൻ നിങ്ങൾ കൂടെയാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളെക്കാൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഒരുപാട് വിശ്വസിച്ചു. എൻ്റെ ഒരു അനിയനെ പോലെ, എൻ്റെ ഒരു അനിയത്തിയെ പോലെ കണ്ടു, അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെ കണ്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക. എല്ലാ കാര്യങ്ങൾക്കും അവർ നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തു, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി. ഇവിടെ ചാരിറ്റ് എന്ന് പറഞ്ഞൊരു ദൃഢനിശ്ചയത്തോടു കൂടി പോകുന്ന ഒരാളാണ്. അവരുടെ ദൃഢനിശ്ചയം എന്തായിരുന്നു? നിങ്ങളെ തമ്മിൽ രണ്ടാക്കുക, എന്നിട്ട് തേർഡ് പാർട്ടിയുടെ സ്നേഹവും സമ്പത്തും പിടിച്ചെടുക്കുക. അതിനുവേണ്ടിയാണ് അവർ ഈ പരിപാടിയൊക്കെ കാണിച്ചത്. വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും, ഒട്ടകത്തിനാണല്ലോ ഞാൻ ഇടം കൊടുത്തതെന്ന്. സത്യമാണ്, നിങ്ങൾ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കിയില്ല ഇതിനെപ്പറ്റി. നിങ്ങൾക്ക് അത്രയുള്ളൊരു ആഴത്തിലൊന്നും നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല.
നിങ്ങൾ വിചാരിച്ച അവരൊരു പാവത്താൻ, അല്ലെങ്കിൽ അവളൊരു പാവം, അവനൊരു പാവം. അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. കുറേ ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ചിലരുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗഹൃദം പ്രണയത്തിലേക്ക് പോയതായിട്ടും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി പല രീതിയിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, പലരും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ബന്ധത്തെ വളച്ചൊടിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എൻ്റെ ആകണമെന്നായിരുന്നു പിന്നെ അവരുടെ ഉദ്ദേശം. പിന്നെ നിങ്ങളാണ്, അതായത് ഇവർക്ക് നിങ്ങൾ ഒരുപാട് ഇടം കൊടുത്തു നിങ്ങളുടെ ജീവിതത്തിൽ. അതായത് നിങ്ങളുടെ വ്യക്തിയുമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് നിങ്ങൾ ഫ്രീഡം കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അതിനെ ഇവർ മുതലെടുക്കുന്നതായിട്ടാണ് കാണുന്നത്, മുതലെടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടും ഒരു ഊർജ്ജമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം രണ്ടാക്കിയത് പണത്തിനും പദവിക്കും വേണ്ടി, അല്ലെ അധികാരത്തിന് വേണ്ടി. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ നമുക്ക് എൻ്റെ റീഡിങ്ങൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാം. അതുവരേക്കും നന്ദി എല്ലാവർക്കും. അതുപോലെ എൻ്റെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീണ്ടും നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് ഒന്നും എഡിറ്റഡ് വീഡിയോസ് അല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ചെറിയ രീതിയിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അതുപോലെ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ എനിക്ക് കഴിയുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പം. അപ്പോൾ വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ കൂടെ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.